എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം ഞാൻ പലപ്പോഴും പല സദസ്സുകളിലും പറയാറുണ്ട്. അവൻ പറയാണ്, ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ്റെ ഭാര്യ ഗർഭിണിയാണ്. വാതിലിൻ്റെ പോയി മുട്ടി, വാതിൽ തുറന്നു. ഭാര്യ ഭക്ഷണമൊക്കെ വിളമ്പി. അവൻ്റെ കൂടെ പലപ്പോഴും ഭാര്യ ഇരിക്കാറുണ്ട്. ഭാര്യ പറയാണ്, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, ഞാനൊന്ന് മാറിപ്പോയി കിടക്കട്ടെ. അയാൾ പറഞ്ഞു, വന്നാൽ നീ പോയി കിടന്നോ. അങ്ങനെ ഇയാൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ കഴുകി ഇയാൾ റൂമിലേക്ക് ചെന്നു. റൂമിലേക്ക് ചെന്ന് കിടക്കയിൽ അദ്ദേഹം കിടന്നു. ഭാര്യ ഒന്നും മിണ്ടണില്ല. ഇയാൾ കിടന്നിങ്ങനെ നോക്കുമ്പോഴാണ് ഒരു തേങ്ങൽ ഇങ്ങനെ വരുന്നുണ്ട്, ഒരു കരച്ചിൽ. ഇയാൾ തല അല്പം ഉയർത്തി തൻ്റെ ഭാര്യയുടെ ചുമലിങ്ങനെ താഴ്ത്തിയിട്ട് ചോദിച്ചു, നീ എന്തിനാ കരയണേ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവളൊന്നും മിണ്ടിയില്ല. പിന്നെ ഇയാൾ ചോദിച്ചപ്പോൾ ഇയാളുടെ കൈ എടുത്തിട്ട് ഈ ഭാര്യ അവളുടെ വയറ്റിലിങ്ങനെ വെച്ചു. അപ്പോൾ വയറ്റിലുള്ള കുട്ടി ഇങ്ങനെ ചവിട്ടുന്ന ആ ഒരു അത് അവൾക്ക് വല്ലാത്ത ഒരു വേദന ഉണ്ടാക്കണം. അവൾ പറയാണ്, കുട്ടി ചവിട്ടാണ്, ഭയങ്കര വേദന ഉണ്ട്. ആ സമയത്ത് അയാൾ കൈ അവിടെ തന്നെ വെച്ചു, അവളെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മളെ കുട്ടിയല്ലേ. പ്രിയപ്പെട്ട അനിയന്മാരെ, ഒരു പക്ഷേ 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിലും ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മുടെ ഉമ്മ കരയുമ്പോൾ നമ്മുടെ ഉപ്പ കൈ പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചിട്ടുണ്ടാകും, നമ്മുടെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് നമ്മുടെ ഉമ്മ പ്രസവിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിനു മേൽ പ്രയാസം എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരം 2ആയി മുറിക്കുന്ന വേദനയാണ് പ്രസവത്തോടുകൂടി ഉണ്ടാകുന്നത്. ലോകത്ത് ഇന്ന് വരെ ഒരു പെണ്ണും ചിരിച്ചുകൊണ്ട് പ്രസവിച്ചിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണി, നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിൽക്കുന്നു, നമ്മൾ ഉമ്മാനെയും കൊണ്ട് ആരൊക്കെയോ വേദന വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക. ഒരു പക്ഷേ നമ്മൾ ഇപ്പൊ കാണുന്നുണ്ടാകും, ഇപ്പൊ നമ്മൾ പലതും കാണുന്നുണ്ട്, നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഈ താത്തക്ക് പ്രസവ വേദന വന്നിട്ട് അവളെയും കൊണ്ട് പോകുന്ന സമയത്ത് ഡോക്ടർ പറയാണ്, വേദന കുറച്ചുകൂടി വരട്ടെ. ചിലപ്പോൾ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ കാണാ ഇത്താത്തൊരു മാക്സി ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണതാണ്. നമ്മൾ ചോദിച്ചു, ഇതെന്താ ഇനിയും പ്രസവിച്ചില്ലേ? അപ്പൊ അമ്മ പറയും, വേദനക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാറുള്ളത് എന്തിനാ? വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പക്ഷേ പ്രസവം നടക്കണമെങ്കിൽ വേദന വരണം. അത് ചെറിയ ഒരു വേദനയല്ല. നമ്മുടെ ഉമ്മയുടെ ശരീരത്തിലെ ഒരുപാട് എല്ലുകൾ ഒരുമിച്ചു നുറുങ്ങുമാറുള്ള വേദന.